റിപ്പബ്ലിക് ചാനലിന്റെ മേധാവി അർണബ് ഗോസ്വാമിയെ ആക്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹവും ഭാര്യയും രാത്രി ചാനലിലെ ചർച്ചയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി രാത്രി 12:30 ഒരു ബൈക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പിറകിൽ ഇടിക്കുകയും കാറിൻ്റെ ഗ്ലാസുകളൊക്കെ തല്ലി തകർക്കുകയും അദ്ദേഹത്തെയും ഭാര്യയെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അർണബ് ഗോസ്വാമി ആരോപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോണിയാഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ അവതാരങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ആളായിട്ടാണ് എപ്പോഴും കോൺഗ്രസ് മറ്റ് CPM ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു കൊണ്ടിരുന്നത്. എപ്പോഴും ദേശീയതയിൽ ഊന്നിയ ചർച്ചകൾക്കായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. ദേശീയമായ കാര്യങ്ങൾക്കും മോദിയുടെ ചില ആശയങ്ങൾക്കുമെല്ലാം വളരെ അനുകൂലമായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അധിക പ്രസക്തി അദ്ദേഹം തൻ്റെ ചാനൽ ചർച്ചകളിലും മറ്റും നൽകിയിരുന്നു. അതുപോലെ തന്നെ എതിർക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ ശബ്ദമുയർത്തി നിശബ്ദനാക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെതായിരുന്നു. ശക്തമായ മാധ്യമപ്രവർത്തനം കൂടിയായിരുന്നു. വളരെ കാലമായി ഡൽഹിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ശക്തനായ ഒരു മാധ്യമപ്രവർത്തനം കൂടിയായിരുന്നു അർണബ് ഗോസ്വാമി. ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നൊരു ചിത്രം ഒരു പക്ഷേ അർണബ് ഗോസ്വാമിയുടെ ആയിരിക്കും. അത്രയ്ക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് അർണബ് ഗോസ്വാമി. വളരെ കാലമായി നമ്മുടെ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം നരേന്ദ്രമോദിക്ക് അധികാരത്തിലേറ്റതിന് ശേഷമാണ് അദ്ദേഹം റിപ്പബ്ലിക് ചാനൽ എന്ന പുതിയ ചാനൽ തുടങ്ങിയത്. ഈ ചാനലിൽ നടന്ന പല ചർച്ചകളും ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പലരുടെ അപ്രീതിക്കും അദ്ദേഹം പാത്രമായിട്ടുണ്ട്. നമ്മുടെ രാഹുൽ ഈശ്വർ വരെ അദ്ദേഹത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായതാണ്. ശബരിമല വിഷയം റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെ എത്തിയ റിപ്പബ്ലിക് ചാനലിൻ്റെ ലേഖികയെ സംഘപരിവാർ ആക്രമിച്ചതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് വിയർപ്പിക്കുന്ന അർണബ് ഗോസ്വാമിയെ ആരും മറന്നു കാണത്തില്ല. അത്രയ്ക്ക് ശക്തമായ ഭാഷയാണ് എന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് മാധ്യമങ്ങളിൽ. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹലോ വ്യൂവേഴ്സ്, about an hour and 15 minutes back, at around 12:15 a.m. to be precise, I was driving back from my studios in the Bombay Dyeing Complex in Lower Parel, and I was driving my car, a Toyota Corolla, with my wife. We were both sitting in the front seat. About 500 meters from my residence at Ganpatrao Kadam Marg, well before the turn to my residence, my car was overtaken by two people in a bike. They kept driving their bike parallel to my car for some time, and they kept looking to the left. So I assumed that they were possibly going to stop or wait. Then they quickly overtook my car, and their bike stopped. When their bike stopped, I thought that perhaps there was a problem with their bike. So I tried to turn a little bit towards my left. At that point of time, one of the two people started pointing specifically at me, and he turned his bike back and he came right next to my car, and then they started hitting my car with something and trying to break the window pane of my car. They were repeatedly hitting at the window pane of my car, repeatedly. Their attempt was to break the window pane of my car. So for a few seconds, I couldn't quite get what was happening. It took a little while to react. I ducked at that point of time. They continued to hammer and try to break the pane of my car. When I sort of then I realized that this was some kind of an attack. I tried to move my car to the left. Then they started taking out bottles, and they were furiously throwing liquids at my car. They made another attempt to break the window panes of the car. This continued. At that point of time, I pressed my foot on the accelerator. I turned a little bit to the left. The car swerved. There was a screeching sound, and I moved away. When I moved 50 meters ahead, I looked back in my rear view mirror, and I saw that my security guards had held the people, and there was this bike, and the people who were in it had been accosted by my security persons. I kept driving. I turned to my right. I entered my building. Upon entering the building, when I got out, I inspected the car. My wife and we came out of the car, and my security persons took another 5 minutes to reach my building. They reached the parking lot of my building, and I asked them what happened and who were these people. And they said to me that they were Congress workers, youth Congress workers, who had said that they had been sent to attack me, and youth Congress workers who said they had tailed me, and they were given instructions by their higher-ups to attack me, to teach me a lesson. So I just want to tell you, Sonia Gandhi, that you're the biggest coward in this country right now. You, Sonia Gandhi,
tried to carry out an attack on me when I was driving back from work. You know the questions I have asked you are absolutely appropriate. You have no guts to face me. My questions against you will increase. The questions I'm asking you are legitimate questions. You tried to attack me, you tried to attack my wife, you had tried to attack both of us while we were coming back, and I will hold you personally responsible for any consequences of any attack on me. I want to tell everyone who's watching this tonight that if anything were to ever happen to me, it is Sonia Gandhi who is responsible. Sonia Gandhi and the Vadra family who cannot take my questions right now. I have asked legitimate questions. Every fake news story of yours I have busted. I have busted the story put out by your daughter Priyanka Vadra, which said that in Gujarat, Hindus and Muslims are segregated. It was fake news which was put out by your daughter Priyanka Vadra. Have the courage to understand that I have busted every few fake news story of yours. Now go ahead, use your machinery, use your goons, use your might, use anyone you can. Use anyone you can, but I'm telling you, Sonia Gandhi, we have the support of the people of India. And I want to see what you can do. So Sonia Gandhi, bring it on. For everyone who's watching this today, I'm going to be filing a complaint. I'm going to be going personally to the NM Joshi police station. I have spoken, the DCP was here, the other officials immediately came in of the Mumbai police. I have told them, I thank my security guards for providing me the assistance at that point of time, and I want to tell you that if at any point of time there is no follow-up action on my complaint, please do remember that my complaint is going to be filed as of now. While I'm putting this out to you, it is 24 minutes past 1. As a citizen of India, I will go to the police station, write down my complaint and sign on my complaint. And Sonia Gandhi, bring it on. Bring it on. I said it on my program to you today. Maybe you didn't like it, that nobody's scared of you anymore. Get your goons out. Get as many goons out. Attack me. Stop my car. Do what the hell you can. But we are not going to be scared of you and your monstrous measures anymore. I thank everyone for their support. I've got a lot of support. Many of people are calling me from all across India. I thank you for your support. And I assure you, my network and I will continue to follow the path of the truth. Thank you. അർണബ് ഗോസ്വാമിയെ എത്രയൊക്കെ പാർശ്വവൽക്കരിച്ചാലും അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനമായിരുന്നു. ആദ്യമായിട്ടല്ല ഒരു മാധ്യമപ്രവർത്തനം ഇന്ത്യയിൽ ഇങ്ങനെ ആക്രമണം നേരിടേണ്ടി വരുന്നത്. സഫ്ദർ ഹഷ്മി മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഒരുപാട് കണക്കുകളുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മാധ്യമപ്രവർത്തകർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യ വിഷന്റെ ലേഖയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ആക്രമിച്ചതെന്നും ആരും മറന്നു കാണത്തില്ല. എപ്പോഴും നിശിതമായ വിമർശനങ്ങളും അതുപോലെ തന്നെ ക്രൂരമായ ആക്രമണങ്ങളും നേരിടേണ്ടി വന്ന ഒരു സമൂഹമാണ് മാധ്യമ സമൂഹത്തിൻ്റേത്. ആ പരമ്പരയ്ക്ക് ഇപ്പോഴും അവസാനമായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് അർണബ് ഗോസ്വാമിയുടെ നേരെയുള്ള ഈ ആക്രമണം.